വിവാദമുണ്ടാകുന്ന സമയത്ത് മാത്രമുള്ളതല്ല ഹിജാബ്. നമുക്കെല്ലാവർക്കും ആ വിഷയത്തിൽ അമർഷമുണ്ടല്ലേ? അമർഷമില്ലാത്ത ഒരാളും ഈ കൂട്ടത്തിലില്ല. പക്ഷേ നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ മക്കൾ ഇസ്ലാമികമായി വസ്ത്രം ധരിക്കുന്നുണ്ടോ? നമ്മുടെ പെൺമക്കളും ഭാര്യമാരും വസ്ത്രം ധരിക്കുന്നത് ഇസ്ലാമികാണോ? ഇസ്ലാം പറഞ്ഞു വെച്ച ഹിജാബിന്റെ നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണോ? അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളുണ്ട്. ഇസ്ലാം കൃത്യമായ ഒരു ഡ്രസ് കോഡ് പുരുഷനും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീക്കും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീക്ക് മാത്രമല്ല, പലരും അത് തെറ്റിദ്ധരിച്ചതാണ്. പുരുഷനും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീക്കും പറഞ്ഞിട്ടുണ്ട്. ആ ഡ്രസ് കോഡ്, ഹിജാബുകൾ വിവാദമാകുന്ന കാലത്ത് വിപ്ലവം തീർക്കാൻ ഇറങ്ങുന്നവരെ ഒന്നാമത് വിപ്ലവം ഉണ്ടാകേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മുടെ പെൺമക്കൾക്ക് ഹിജാബ് നൽകൂ, ഭാര്യമാർക്ക് ഹിജാബ് നൽകൂ, ഉമ്മമാർക്ക് ഹിജാബ് നൽകൂ. അത് അഭിമാനമാണെന്ന് ഉറക്കെ പറയൂ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കൂ. ആ ഹിജാബ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഏതെല്ലാം നന്മകൾ ചെയ്താലും ഇസ്ലാമിന്റെ നിയമമാണല്ലോ. ചില ആളുകളുണ്ട്, ഹിജാബൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് മഹാന്മാരുടെ മക്ബറകളിലേക്ക് സിയാറത്തിന് പോകും. എന്തിനാ സിയാറത്തിന് പോകുന്ന? അവരെ പൊരുത്തമൊക്കെ കിട്ടാനാ. പക്ഷേ ഇസ്ലാം പറഞ്ഞ വസ്ത്രധാരണത്തിലല്ല ആ യാത്രയെങ്കിൽ അതുകൊണ്ടൊരു പൊരുത്തവും കിട്ടാനില്ല. അതുപോലെ ഹിജാബുകൾ വലിച്ചെറിഞ്ഞ് ഏതെല്ലാം രംഗപ്രവേശങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കൂ. അവിടെയാണ് നമുക്ക് വിപ്ലവം സാധ്യമാക്കിയെടുക്കാനുള്ളത്. നമ്മുടെ മക്കളിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ ഭാര്യമാരിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ പെൺമക്കളിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ ഉമ്മമാരിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ വീടുകളിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ കല്യാണങ്ങളിൽ ഹിജാബ് ഉണ്ടാകട്ടെ, നമ്മുടെ ചടങ്ങുകളിൽ ഹിജാബ് ഉണ്ടാകട്ടെ. ഹിജാബ് എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് വെറും ഒരു മുദ്രാവാക്യമല്ല, ജീവിതമാണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്. ഇത് നമ്മൾ തന്നെ ഹിജാബ് വലിച്ചെറിയുന്ന എത്ര സാഹചര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ ഹിജാബ് വലിച്ചെറിയുമ്പോഴാണ് മറുഭാഗത്തിന് തോന്നുക ഈ ഹിജാബൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് മുസ്ലിങ്ങളുടെ ചടങ്ങുകളിലൊന്നും കാണുന്നില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നത്. നമുക്ക്